ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ മുഖം കണ്ടാലും പേടിക്കണ്ട കേട്ടോ. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണെന്നൊക്കെ പറയാം, ചുമ്മാ ഒരു രസമേ. അപ്പം ഞാൻ വന്നിട്ട് കേട്ടോ, ഇന്ന് എവിടെ പോകാമെന്നല്ലേ, മോനെയും കൊണ്ട് സ്പീഡ് തെറാപ്പിക്ക് വേണം. ഏട്ടനില്ല, അപ്പം ഞാൻ തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഏട്ടനെ ഇങ്ങനെ പതപ്പിച്ച് ഏട്ടനെയും കൂട്ടി പോകായിരുന്നു. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി പറ്റും. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോഴാ പെയ്യുന്ന ഈ മഴ ഭയങ്കര ശല്യമാണ്. ഒന്നെങ്കിൽ പെയ്തങ്ങ് തോരണോന്നേ, ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോഴാ ചെറിയ തുള്ളികൾ വന്ന് മനുഷ്യനെ ഇങ്ങനെ വെറുപ്പിക്കുന്ന ഒരു മഴ. അപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് തുടങ്ങണം കേട്ടോ. എൻ്റെ മേക്കപ്പ് വലിയ ലെവലൊന്നുമില്ലെങ്കിലും ചെറിയ ലെവലൊന്നുമല്ല കേട്ടോ. സാധാ നമ്മൾ പാവങ്ങളൊക്കെ ഒരുങ്ങുന്ന രീതി. അതായത് നമ്മുടെ ഇല്ലാത്ത ഐബ്രോ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം കേട്ടോ. എൻ്റെ ലക്ഷ്യം മെയിൻ അതാണ് കേട്ടോ. എനിക്കില്ലാത്തൊരു സാധനമാണ് ഈ ഐബ്രോ. അപ്പോൾ ഈ ഐബ്രോ ഒന്ന് കറുപ്പിച്ചെടുക്കാൻ നമ്മൾ ഐബ്രോ പെൻസിൽ തന്നെ യൂസ് ചെയ്യും. മോഡ് ഐബ്രോ പെൻസിൽ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ കലാവിരുതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഐബ്രോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, ലൈറ്റായിട്ടെന്നൊക്കെ പറയാം, എങ്കിലും ഒരു ലുക്ക് ഇരിക്കട്ടെ. പിന്നെ എനിക്ക് ഈ ബ്ലാക്ക് പൊട്ടല്ല, അത് വേറൊരു പൊട്ടും ഇല്ല എന്ന് നിങ്ങളൊക്കെ നോക്കുമല്ലോ, എല്ലാ വീട്ടിലും ബ്ലാക്ക് പൊട്ട്. ഈ പൊട്ടാണ് എനിക്കിഷ്ടം കേട്ടോ. വേറൊരു പൊട്ടും ഞാൻ തൊടത്തില്ല. ഈ ബ്ലാക്ക് പൊട്ട് നമ്മുടെ ഇവിടെ ഒരു അണ്ണാച്ചി യാക്രി കൊണ്ടുവരത്തില്ലേ, അപ്പോൾ യാക്രി എടുത്തിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു അണ്ണാച്ചി ഇവിടെ വരും കേട്ടോ, പെട്ടിയോട്ടയിൽ. ഞാൻ ആ പുള്ളിയുടെ സ്ഥിരം കസ്റ്റമറാണ്. അതായത് ഇങ്ങനെ ആക്രി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അട്ടലെടുക്കുക സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കലാണ് എൻ്റെ തൊഴിൽ കേട്ടോ. വീട്ടിലുള്ള മിക്ക സാധനം ഇപ്പോൾ അങ്ങനെ തന്നെ വാങ്ങിച്ചത് കേട്ടോ. കൂടുതലും പ്ലാസ്റ്റിക് സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം കൊള്ളാം കേട്ടോ. അങ്ങനെ അങ്ങനെയുള്ള പൊട്ട്, പേഞ്ചീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുള്ളിയുടെ ഉണ്ട്. അങ്ങനെ ഞാൻ പുള്ളിയുടെ നിന്നാണ്. നമുക്ക് കുറേ കളർ പൊട്ടും ഞാൻ അങ്ങനെ തന്നെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് ഇതാണ്ട് മേക്കപ്പൊക്കെ കഴിയാറെന്ന് വെച്ചാൽ ഐബ്രോ വരച്ചു. ആ ഐബ്രോ പെൻസിൽ വെച്ച് തന്നെ കണ്ണിൻ്റെ അകമൊന്ന് കറുപ്പിച്ചു കേട്ടോ. ഞാൻ സാധാരണ കൺമഷിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കാജലിൻ്റെ മറ്റേ കറക്കുമ്പോൾ പൊങ്ങി വരുന്ന നമ്മുടെ കൺമഷിയില്ലേ, അതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ അത് ഒരു ദിവസം നൈസായിട്ടെടുത്ത് മേശമേലിൽ മൊത്തം അങ്ങ് വരച്ച് വെച്ചാൽ കൺമഷി അങ്ങ് തോന്നി, വേറെ വാങ്ങിയില്ല, വിട്ടുപോയി എന്ന് പറയാം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് കണ്ണിൻ്റെ താഴ്ഭാഗം അങ്ങ് കറുപ്പിച്ച് കൊടുക്കും കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല ഐബ്രോ പെൻസിലാണ്. ഞാൻ ഈ ഐബ്രോ പെൻസിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ണിൻ്റെ പോളെ എന്തായാലും ഒന്ന് എഴുതാം, ഇരിക്കട്ടെ ഒരു ലുക്ക്, ഒറ്റയ്ക്കല്ലേ പോന്നേ. അപ്പം എന്താണ്ട് ഐബ്രോ നമ്മുടെ ഈ ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മണ്ടവശം ചുമ്മാ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരൊക്കെ ഇങ്ങനെ തന്നെ എഴുതിക്കുന്നത്. ഞാൻ അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും പിടിക്കാറില്ല കേട്ടോ. ചുമ്മാ ഒരു രസം, ഒരു ചെറിയൊരു പട്ടി ഷോ എന്നൊക്കെ പറയാം. അങ്ങനെ ചെറുതായിട്ട് എന്തായാലും വീഡിയോ എടുക്കുമല്ലോ എന്ന് വെച്ച് കണ്ണെഴുതുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ണെഴുതുന്നത് എനിക്ക് ശീലമില്ല. വല്ല കല്യാണമോ പാലയാച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാലൊക്കെ ഈ കണ്ണെഴുത്തൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴ്ഭാഗം മാത്രം ചെറുതായിട്ട് കൺമഷി വെച്ചൊന്നും എഴുതും, അത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പൊക്കെ. പിന്നെ ഇന്നത്തെ വീഡിയോ എടുക്കുമല്ലേ എന്ന് വെച്ചിട്ട് മാത്രം എഴുതുന്നതാണ് ഈ കണ്ണെഴുത്ത് കേട്ടോ. ഇത്രയും സമയമെടുത്ത് ചുമ്മാ ഈ ഫോൺ നോക്കിയൊന്നും എഴുതാൻ പറ്റില്ല. എന്നാൽ വീഡിയോ എടുക്കുന്ന പോലെ ഈ ഫോൺ നോക്കിയിട്ടേ നമുക്ക് കണ്ണൊന്നും എഴുതാൻ പറ്റില്ല കേട്ടോ. നമുക്കത് ശരിയാവില്ല, നമുക്ക് കണ്ണാടി നോക്കി തന്നെ ചെയ്യണം. ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ നൈസായിട്ടൊന്ന് എഴുതി കാണിച്ചിട്ടേ വീഡിയോ കട്ടാക്കിയിട്ട് പോയി കണ്ണാടി നോക്കി നന്നായിട്ട് വരച്ചിട്ട് തന്നെ വന്നു കേട്ടോ, സത്യം പറയാമല്ലോ. അങ്ങനെ കണ്ണൊക്കെ എഴുതി. എൻ്റെ ചുണ്ട് കണ്ടോ കറുത്തിരിക്കുന്നു. ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടാലോ, വേണ്ടല്ലേ, നാട്ടുകാരെന്ത് പറയും എന്ന് ചിന്തിച്ച് ഞാൻ ഇടാറില്ല കേട്ടോ. എൻ്റെ ചുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, കെട്ടിയതിന് മെഴുക്ക് പറയും, അത് വേറെ സത്യം. അങ്ങനെ ലിബാം ഇടും കേട്ടോ, വല്ലപ്പോഴും ഒക്കെ, വർഷത്തിൽ ഒരിക്കൽ ഈ കണ്ണെഴുതുന്ന നടക്കുന്നത്, വർഷത്തിൽ ഒരിക്കലൊക്കെ ലിബാം ഇടും കേട്ടോ. മാജിക് ലിബാം, മറ്റേ വൈറ്റ് ലിബാം ഇല്ലേ, അതിങ്ങനെ ചുണ്ടി തേക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് പിങ്ക് കളറായി വരും, അതാണ് കേട്ടോ. അല്ലാതെ വില കൂടുതലുള്ളതൊന്നുമല്ല. ഇപ്പം അതിന് 25 രൂപയാണ് എന്ന് തോന്നുന്നു. നേരത്തെ 15 ആയിരുന്നു കേട്ടോ, 10 രൂപ കൂടി. എല്ലാത്തിനും റേറ്റാണെന്നേ. അങ്ങനെ ഞാൻ എന്താണ് എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഞാൻ മോനെ റെഡിയാക്കി നിർത്തിയേക്കാണ് കേട്ടോ. അവനെ വലിയ റെഡിയാക്കാനൊന്നുമില്ല, ഒരു ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ പോരെ. അങ്ങനെ പിന്നെ മുടി ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ കാണിക്കും കേട്ടോ. സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്, വലിയ കാര്യമൊന്നുമില്ലേ. നടുക്കൂടെ വകുപ്പൊക്കെ എടുത്ത് 2 സൈഡിൽ നിന്ന് മുടിയെടുത്ത് ഒരു ക്ലിപ്പ് കുത്തി വെക്കലാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിൻ. എല്ലാ കല്യാണത്തിനും മോണി പറയുന്ന കണക്കിന് ഇച്ചിരി ലുക്കൊക്കെ ആക്കും. അല്ലെങ്കിൽ സാധാ രീതിയിൽ ഈ മഴയും പിടിച്ചിങ്ങനെ നനഞ്ഞു കഴിഞ്ഞ് പോകുന്നിടത്ത് എന്തിനാ ഇത്ര ലുക്കല്ലേ. അങ്ങനെ മുടിയൊക്കെ ചീവിക്കെട്ടി റെഡിയായിട്ട് മോനെയും കൊണ്ട് പോകണം. പിന്നെ എനിക്ക് വീഡിയോയ്ക്ക് അകത്തൂടെ തിരികെ ഒരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നുമല്ല കേട്ടോ. ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, കാരണം കുഞ്ഞുങ്ങളുടെ അസുഖം കാരണമാണ് കേട്ടോ. അങ്ങനെ 3-4 ആഴ്ചയായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറിയാണ്. വിദ്ര ഹോസ്പിറ്റലിൽ മോളെ കൊണ്ടൊന്ന് പോയി സെറ്റായിട്ട് വരുമ്പോൾ മോനെ കൊണ്ട് പോയി സെറ്റായിട്ട് വരുമ്പോൾ മോൾ ഇങ്ങനെ തന്നെ അവസ്ഥ ഞങ്ങൾ കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളൊരിതെന്ന് വെച്ചാൽ ഏട്ടൻ 2-3 ദിവസം വർക്കില്ലായിരുന്നു. അപ്പം ഹോസ്പിറ്റലൊക്കെ പോകാൻ ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു സമാധാനം, ആശ്വാസം എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ
മക്കളും കൂടെ ഒറ്റയ്ക്ക് എനിക്ക് വണ്ടി പോകാൻ പേടിയാണ്. വണ്ടി പോകാൻ പേടിയൊന്നുമില്ല, ഞങ്ങളുടെ ഇവിടുത്തെ ഈ റോഡ് വളരെ മോശമാണ് കേട്ടോ. അപ്പം ഈ റോഡ് ഇറങ്ങി പോകുമ്പോൾ നല്ല കട്ടർ, അതുപോലെ നല്ല വളമൊക്കെയാണ്, കുത്തനെയുള്ള കയറ്റം ഇറക്കമൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് പാട്ടവിളക്കുന്നാണ്, അതായത് കുന്നിൻ്റെ മണ്ടയ്ക്കാണ്. അതുകൊണ്ട് അത് ഇച്ചിരി റിസ്ക്കാണ്. പിന്നെ നേരെ റോഡ് വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞ് സിന്ദൂരമൊക്കെ തൊട്ട് കേട്ടോ. ഈ സിന്ദൂരം എന്ന് പറയുന്നത് ഈ കളറാണ് കേട്ടോ. ഈ സിന്ദൂരം ഞാൻ വാങ്ങിയതങ്ങ് കന്യാകുമാരി എന്നാണ്. അവിടെ നിന്ന് നല്ല റെഡ് സിന്ദൂരം വാങ്ങണമെന്ന് വെച്ച് പോയാൽ ഞാൻ ഈ കളർ എടുത്തുകൊണ്ട് വരാൻ കാരണമുണ്ട് കേട്ടോ. ആ റെഡ് ഭയങ്കര ബോറായിപ്പോയി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ കളർ എടുത്തത് കേട്ടോ. റെഡ് നമ്മൾ വിചാരിക്കുന്ന ഒരു റെഡില്ല. എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന റെഡ് കളർ സിന്ദൂരം അതാണ്. പക്ഷെ അതെനിക്ക് ഒരു തവണ അങ്ങോട്ട് നമ്മൾ കോവളം ബീച്ചിൽ പോയപ്പോൾ കിട്ടി. പിന്നീട് എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല കേട്ടോ. എവിടെയെല്ലാം നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഓക്കെ, ഞാൻ താണ്ട് റെഡി ആയിട്ടുണ്ട്. റെഡിയായി മോനെയും കൂട്ടി പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മോൻ താണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. എൻ്റെ റെയിൻകോട്ട് കീറിപ്പോയി കേട്ടോ. പുതിയ റെയിൻകോട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടന്നൊന്നുമില്ല. അങ്ങനെ മോനെയും കൂട്ടി പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. മഴ നനഞ്ഞ് എൻ്റെ വണ്ടി മൊത്തം മഴയിൽ, ഇന്നലത്തെ മഴയിൽ നനഞ്ഞു കേട്ടോ എൻ്റെ വണ്ടി. വേറൊന്നുമില്ല, ഈ ഏട്ടൻ വണ്ടി എടുത്തിട്ട് പോയാൽ വണ്ടി മൂടി വെക്കൂലെന്നേ, അതുകൊണ്ട് ഫുള്ള് നനഞ്ഞു. ഇന്ന് രാവിലെയാണ് കേട്ടോ കണ്ട വണ്ടി. പിന്നെ വണ്ടിയൊക്കെ തുടച്ച് ഞങ്ങളുടെ ആ വണ്ടിയിൽ കയറി എത്തി നേഴ്സറിയിലെത്തി കേട്ടോ. അവർ നേഴ്സറിലാണ് സ്പീഡ് തെറാപ്പിക്ക് ആൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞാപ്പൂൻ്റെ സ്പീഡ് തെറാപ്പി ടീച്ചർ. അപ്പം അവന് ക്ലാസ്സൊക്കെ എടുത്ത്, അവന് ഭയങ്കര മടിയാണ് കേട്ടോ ഈ ക്ലാസ്സിലൊക്കെ അടങ്ങിയിരിക്കാനൊക്കെ. പക്ഷെ ഇന്നവൻ നന്നായിട്ട് അത് ക്ലാസ്സിലിരുന്ന് കേട്ടോ. വേറൊന്നുമല്ല, അവന് കളിക്കാൻ 5 മിനിറ്റ് ഞാൻ നഴ്സറി ഇരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടാണ്. അത് ഞങ്ങൾ കളിച്ചിട്ടൊക്കെ തന്നെ ഞങ്ങൾ വന്നേ കേട്ടോ. എന്നിട്ട് ഇത് ഒരു കുടുക്കപ്പൊട്ടിക്കലാണ്. കുടുക്കപ്പൊട്ടിക്കൽ എന്ന് വെച്ചാൽ അമ്മയുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരു കുടുക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കുണ്ട്, ഞാൻ അതിൽ വലിയതായിട്ട് കാശൊന്നും ഇടാറില്ല. അപ്പോൾ അമ്മയുടെ ഞാൻ കുടുക്ക പിടിച്ച ക്യാഷ് കൊണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു കേട്ടോ. പിന്നെ ഇതാണ് മോൾക്കൊരു പ്രോഗ്രാനിറ്റ്, അത് നമ്മുടെ മാതളയില്ലേ, മാതളം എടുത്തു കൊടുക്കാൻ കേട്ടോ. അവൾക്ക് നല്ല പനിയായിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പം അവൾക്ക് ബ്ലഡ് കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു മാതളവും അതേപോലെ തന്നെ നമ്മുടെ കരിക്കിനുള്ളതൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അവൾക്ക് അങ്ങനെ മാതളം ഇതാക്കി പൊട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അവളൊന്നും തിന്നുന്നില്ല. ഈ പനി വന്നേ പിന്നെ അവൾ ഒരു വക തിന്നുന്നില്ല കേട്ടോ. അങ്ങനെയാണ് വെളുത്തുള്ളി വെച്ചാണ്ട് കാര്യം പറഞ്ഞില്ലേ, വാങ്ങിച്ചിട്ട് വന്ന് കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടോ. അതുകൊണ്ട് 3 ദിവസം കൊണ്ട് ഒന്നും കഴിക്കുന്നില്ല. കടയിൽ കയറി എന്തുകൊണ്ടെന്ന് വെച്ചാലും കുറേ മുട്ടായി അല്ലാതെ വേറെ ഒന്നും എൻ്റെ മോള് പറയുന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു കേട്ടോ ബിസ്ക്കറ്റൊന്നും കൊടുക്കണ്ടെന്ന്. ബിസ്ക്കറ്റൊക്കെ കൊടുത്താൽ ഇത് വിശപ്പില്ലായ്മ കൂടത്തുള്ളൂ, അതുകൊണ്ട് കുഞ്ഞിന് ബിസ്ക്കറ്റൊന്നും കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിസ്ക്കറ്റൊന്നും വാങ്ങിച്ചില്ല ഇപ്പം ഞങ്ങൾ എന്താ ഇത് മിക്സർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ. അവൾ കുഴപ്പമില്ല, ഇപ്പം ഇതുള്ളതുകൊണ്ടായിരിക്കും ചോറ് ഇത് തിന്നെ. അതേപോലെ ഇത് കൊടുക്കാതെ ഞാൻ വഴക്കുണ്ടാക്കിയാണ് അവൾക്ക് കൊടുത്തത് കേട്ടോ. അതിൻ്റെ കുരു തുപ്പിക്കളയാണെന്നേ. കുറച്ച് കുരു അവിടെ പറക്കി, കുറച്ച് കുരു ഇവിടെ പറക്കി, കുരു തുപ്പിക്കളയാണ്. ഈ മാതളത്തിൽ കുരു തുപ്പിക്കളയാൻ പിന്നെ അതിനകത്ത് എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും അവൻ്റെ അനിയൻ ചക്കൻ തിന്നിട്ടുണ്ട്. ഒരു മാതളം പിടുത്തിൽ മുക്കാലും അവൻ തിന്നിട്ടുണ്ട് കേട്ടോ. അവളിങ്ങനെ ഒന്നും തിന്നാതെ കൊത്തിപ്പറക്കി ഇരിക്കത്തേയുള്ളൂ. പിന്നെന്താണ്, എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ ഇടയ്ക്കൂടെ പറയുന്നത് കാരണം ഞാൻ ഒത്തിരി ദിവസം വീഡിയോ ഇടാത്തോളം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറില്ല. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സപ്പോർട്ടും എല്ലാം എനിക്ക് വേണം കേട്ടോ. അപ്പം പിന്നെന്താ, ഇങ്ങനെ പ്രൊമോഗ്രാനൈറ്റ് പൊട്ടിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഈ സ്പൂണില്ലേ, സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് അതിൻ്റെ തൊലി ഇളക്കിയെടുത്താൽ പ്രൊമോഗ്രാനൈറ്റ് പൊട്ടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. എനിക്ക് പണ്ട് ഇത് ഇഷ്ടമല്ലായിരുന്നു. എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ. സ്വാഭാവികമായിട്ടും എനിക്കിത് കഴിക്കുന്നതേ ഇഷ്ടമല്ല. ഈ മാതളം എനിക്ക് കണ്ണിന് കണ്ടുകൂടാത്തൊരു സാധനമാണ്. പക്ഷെ മോൾക്ക് വേണ്ടി വാങ്ങിച്ചവൾക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ. പക്ഷെ അവളതിൻ്റെ കുരുവെല്ലാം തുപ്പിക്കളയുക. അങ്ങനെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഇരിച്ച് അവൾക്കും മോനുമായിട്ടൊക്കെ കൊടുത്ത് അവർ 2 പേരും കഴിച്ചു കേട്ടോ. എന്നിട്ടെന്താ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.